ഒരു മരിച്ച വ്യക്തിയുമായി സംസാരിക്കാൻ നിങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ആരെയായിരിക്കും തിരഞ്ഞെടുക്കുക? ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പറയാൻ കഴിയാതെ പോയ വാക്കുകൾ, ഒരു വിട പറയൽ പോലും ലഭിക്കാതെ നഷ്ടമായ ഒരാൾ, അല്ലെങ്കിൽ മരണത്തിനപ്പുറം എന്താണെന്ന ചോദ്യത്തിൽ ഒരൊറ്റ ഉത്തരം. ഇങ്ങനെയൊരു അവസരം ശരിക്കും ലഭിച്ചാൽ നിങ്ങൾ അത് നിരസിക്കുമോ? ഇതാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യം. മരണം, അതിൻ്റെ അപ്പുറം എന്താണ്? അതാണ് ലോകത്തിലെ ഏറ്റവും വിവാദപരവും ഭയാനകവും അതേസമയം ഏറ്റവും ജനപ്രിയവുമായ ഒരു വസ്തുവിൻ്റെ ജനനത്തിന് കാരണം. ഓജോ ബോർഡ്. എല്ലാവർക്കും വീണ്ടും മിത്തോസ് മലയാളിയിലേക്ക് സ്വാഗതം. ചിലർക്ക് അത് വെറുമൊരു കളിപ്പാട്ടം, ചിലർക്ക് അത് ആത്മാക്കളുമായി സംസാരിക്കാനുള്ള ഉപകരണം, മറ്റു ചിലർക്ക് നരകത്തിലേക്കുള്ള വാതിൽ. പക്ഷേ ഇന്ന് നമ്മൾ സിനിമകളോ സോഷ്യൽ മീഡിയ കഥകളോ പ്രേതാനുഭവങ്ങളോ അല്ല പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് ഓജോ ബോർഡിൻ്റെ യഥാർത്ഥ ചരിത്രം. ഈ ബോർഡ് എവിടെ നിന്നാണ് വന്നത്? ഇത് ശരിക്കും ആത്മാക്കളുമായി സംസാരിക്കാനാണോ സൃഷ്ടിക്കപ്പെട്ടത്? എന്തുകൊണ്ട് ഒരു കാലത്ത് കുട്ടികളുടെ കളിപ്പാട്ടമായിരുന്ന ഒരു വസ്തു പിന്നീട് ലോകത്തിലെ ഏറ്റവും ഭയാനകമായ വസ്തുക്കളിൽ ഒന്നായി മാറി? മനുഷ്യ സംസ്കാരം ആരംഭിച്ചതു മുതൽ മരണത്തെ മനസ്സിലാക്കാനുള്ള ശ്രമം നിലനിന്നിരുന്നു. ഈജിപ്തുകാർ മരണാനന്തര ജീവിതത്തിനായി പിരമിഡുകൾ പണിതു. മായന്മാർ മരിച്ചവർക്കായി പ്രത്യേക ചടങ്ങുകൾ നടത്തി. ഇന്ത്യയിൽ പിതൃകർമ്മങ്ങളും ശ്രാദ്ധങ്ങളും രൂപപ്പെട്ടു. ഗ്രീക്കുകാർ അധോലോകത്തെക്കുറിച്ചുള്ള കഥകൾ സൃഷ്ടിച്ചു. ലോകത്തിലെ മിക്ക സംസ്കാരങ്ങൾക്കും ഒരു വിശ്വാസം പൊതുവായി ഉണ്ടായിരുന്നു: മരണം ഒരു അവസാനമല്ല എന്ന വിശ്വാസം. എവിടെയെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ആത്മാവ് തുടരുന്നു. അത് തന്നെയാണ് മനുഷ്യനെ ഒരു പുതിയ ചോദ്യത്തിലേക്ക് നയിച്ചത്. അവർ ഇപ്പോഴും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായി സംസാരിക്കാൻ കഴിയുമോ? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പിന്നീട് ഓജോ ബോർഡിലേക്ക് എത്തിച്ചിരുന്നത്. എന്നാൽ അതിന് നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ പല പരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ഏകദേശം 600 വർഷങ്ങൾ പിന്നിലേക്ക് പോകാം. ചൈനയിലെ മിങ് രാജവംശത്തിൻ്റെ കാലഘട്ടം. അവിടെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു പ്രത്യേക ആചാരമായിരുന്നു ഫുജി, അല്ലെങ്കിൽ സ്പിരിറ്റ് റൈറ്റിംഗ്. ഇത് ഇന്നത്തെ ഓജോ ബോർഡിനോട് വളരെ സാമ്യമുള്ള ഒന്നായിരുന്നു. പേപ്പറിൽ അല്ല, മണലിലോ ധൂപചാരത്തിലോ ഒരു മരക്കോൽ ഉപയോഗിച്ച് എഴുതുന്നതായിരുന്നു പതിവ്. ഒരു ആത്മാവ് ആ മരക്കോലിനെ നിയന്ത്രിച്ച് സന്ദേശങ്ങൾ എഴുതിക്കൊടുക്കുന്നു എന്നതായിരുന്നു വിശ്വാസം. ഇവിടെ ഒരു രസകരമായ കാര്യമുണ്ട്. ഇന്ന് പല മനഃശാസ്ത്രജ്ഞരും പറയുന്നത് ഇത്തരം ഉപകരണങ്ങൾ നീങ്ങുന്നത് ആത്മാക്കൾ കൊണ്ടല്ല, നമ്മുടെ സ്വന്തം ശരീരം തന്നെയാണ് കാരണം. വളരെ ചെറിയതും നമ്മൾ തിരിച്ചറിയാത്തതുമായ ചലനങ്ങൾ ചിലപ്പോൾ കൈകളെ അറിയാതെ നീക്കാം. ഇതിനെ പിന്നീട് ശാസ്ത്രം ഇഡിയോമോട്ടോർ എഫക്റ്റ് എന്നാണ് വിളിച്ചത്. ഇനി നമുക്ക് 1800കളിലെ അമേരിക്കയിലേക്ക് പോകാം. അവിടെ ഒരു പുതിയ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരുന്നു: സ്പിരിച്വലിസം. ഇത് ഒരു മതമല്ല, ഒരു വിശ്വാസ പ്രസ്ഥാനമായിരുന്നു. അവരുടെ പ്രധാന വിശ്വാസം 2 കാര്യങ്ങളിലായിരുന്നു. ഒന്നാമത്തേത്, മരിച്ചവർ പൂർണ്ണമായും ഇല്ലാതാകുന്നില്ല. രണ്ടാമത്തേത്, അവരുമായി ആശയവിനിമയം നടത്താൻ കഴിയും. ഇന്ന് ഇത് അസാധാരണമായി തോന്നുമെങ്കിലും അന്ന് അമേരിക്കയിൽ ഇത് അത്യന്തം സാധാരണമായിരുന്നു. വീടുകളിൽ ആളുകൾ ഒത്തുകൂടും, മെഴുകുതിരികൾ കത്തിക്കും, കൈകൾ ചേർത്ത് വട്ടമായി ഇരിക്കും, ആത്മാക്കളെ വിളിക്കാൻ ശ്രമിക്കും. ഇതിനെ ഷോൺസ് എന്നാണ് വിളിച്ചിരുന്നത്. ഇതോടൊപ്പം മറ്റൊരു വിചിത്രമായ വിനോദവും ഉണ്ടായിരുന്നു: ടേബിൾ ടേണിംഗ്. എല്ലാവരും ഒരു മേശയിൽ കൈവയ്ക്കും. കുറച്ച് സമയത്തിന് ശേഷം മേശ വിറക്കുകയോ ചലിക്കുകയോ ചെയ്താൽ അത് ആത്മാക്കളുടെ സാന്നിധ്യമാണെന്ന് അവർ വിശ്വസിച്ചു. ഇന്ന് ഇത് കേൾക്കുമ്പോൾ വിചിത്രം എന്ന് തോന്നും, പക്ഷേ അന്നത്തെ അമേരിക്കയിൽ ഇത് പാർട്ടി ഗെയിം പോലെ സാധാരണമായിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്കയിലെ ആളുകൾ ഇതൊക്കെ വിശ്വസിച്ചിരുന്നത്? അതിന് പിന്നിൽ ഒരു വലിയ ദുരന്തമുണ്ടായിരുന്നു. അമേരിക്കയിൽ ആ സമയത്ത് ആഭ്യന്തര യുദ്ധം നടക്കുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ യുദ്ധത്തിൽ മരിച്ചു. അനേകം കുടുംബങ്ങൾക്ക് സ്വന്തം പ്രിയപ്പെട്ടവരോട് അവസാനമായി സംസാരിക്കാനോ വിട പറയാനോ പോലും കഴിഞ്ഞില്ല.
അവർക്കുണ്ടായിരുന്ന ഏക ആഗ്രഹം ഒരിക്കൽ കൂടി അവരോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഒരു ആഗ്രഹം. ഈ ദുഃഖത്തെ മുതലെടുത്ത് നിരവധി മാധ്യമങ്ങളും ആത്മീയ ഉപദേശകരും വളർന്നു. പണം നൽകി സെക്ഷനുകൾ സംഘടിപ്പിച്ചു. പക്ഷേ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഓരോ തവണയും ഓരോ ആത്മീയ ഉപദേശകരെ വിളിക്കണം, പണം ചെലവാക്കണം, സമയം കണ്ടെത്തണം, എല്ലാവരെയും ഒരുമിച്ച് കിട്ടണം. ജനങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പമുള്ള ഒരു മാർഗം വേണമായിരുന്നു. ഒരു ദിവസം കടയിൽ നിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി സ്വയം പരീക്ഷിക്കാവുന്ന ഒരു ഉപകരണം. അങ്ങനെയൊരു ആശയമാണ് പിന്നീട് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്പിരിറ്റ് ബോർഡായി മാറിയത്. അതായത് നമ്മുടെ എല്ലാം ഓജോ ബോർഡ്. 1856 അമേരിക്കയിലെ അസോസിയേറ്റഡ് പ്രസ് ഒരു വിചിത്ര വാർത്ത പ്രസിദ്ധീകരിച്ചു. ഒഹായോയിൽ സ്പിരിച്വലിസ്റ്റ് ക്യാമ്പുകളിൽ ഒരു പുതിയ ഉപകരണം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ പേര് ടോക്കിംഗ് ബോർഡ്. ഇത് ഇന്നത്തെ ഓജോ ബോർഡിനെ പോലെ തന്നെയായിരുന്നു. ഒരു മരപ്പലക, അതിൽ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ, 0 മുതൽ 9 വരെ അക്കങ്ങൾ, യെസ്, നോ, ഗുഡ് ബൈ. പിന്നെ അതിൻ്റെ മുകളിൽ നീങ്ങുന്ന ഒരു ചെറിയ സൂചിക, ഇന്ന് നമ്മൾ പ്ലാൻചെറ്റ് എന്ന് വിളിക്കുന്ന ഉപകരണം. വിരലുകൾ അതിൻ്റെ മുകളിൽ വെച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ അത് അക്ഷരങ്ങളിലേക്ക് നീങ്ങി മറുപടി നൽകുമെന്ന് ആളുകൾ വിശ്വസിച്ചു. ഈ ഉപകരണം അതിവേഗം ജനപ്രിയമായി. 1859 മുതൽ 1890 വരെയുള്ള കാലഘട്ടത്തിൽ ഒരു അഭിഭാഷകനായ എലൈജ ബോണ്ട് ഈ ആശയത്തെ ഒരു ഔദ്യോഗിക ഉൽപ്പന്നമാക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തോടൊപ്പം ചില നിക്ഷേപകരും ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു ഹെലൻ പീറ്റേഴ്സ്. അവർ ഒരു സ്പിരിച്വൽ മീഡിയം ആണെന്ന് പലരും വിശ്വസിച്ചിരുന്നു. അവർ ആത്മാക്കളുമായി ആശയവിനിമയം നടത്താൻ കഴിവുള്ളവളാണെന്നാണ് അന്നത്തെ വിശ്വാസം. ഇവർ ചേർന്നാണ് പിന്നീട് ലോകം മുഴുവൻ അറിയുന്ന ഈ ബോർഡിനെ രൂപകൽപ്പന ചെയ്തത്. ഇന്ന് ഓജ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഭൂരിഭാഗം ആളുകളുടെയും മനസ്സിലേക്ക് വരുന്നത് ഭൂതങ്ങൾ, പിശാചുക്കൾ, ഹൊറർ സിനിമകൾ. പക്ഷേ ഈ പേര് എവിടെ നിന്നാണ് വന്നത്? ഏറ്റവും പ്രശസ്തമായ കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ദിവസം എല്ലാവരും ചേർന്ന് പുതിയ ബോർഡിന് കൈവച്ച് ചോദിച്ചു, നിന്റെ പേരെന്താണ്? കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പ്ലാൻചെറ്റ് പതുക്കെ നീങ്ങാൻ തുടങ്ങി. OUJ ഓജ. എല്ലാവരും അമ്പരന്നു. പിന്നീട് അവർ വീണ്ടും ചോദിച്ചു, അതിന് എന്താണ് അർത്ഥം? ബോർഡ് മറുപടി പറഞ്ഞത് ഗുഡ് ലക്ക് എന്നാണ്. ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുത കഥ പോലെ തോന്നും. പക്ഷേ ചരിത്രകാരന്മാർ മറ്റൊരു സാധ്യതയും മുന്നോട്ട് വയ്ക്കുന്നു. അന്ന് ഹെലൻ പീറ്റേഴ്സ് ധരിച്ചിരുന്ന ഒരു ലോക്കറ്റിൽ പ്രശസ്ത എഴുത്തുകാരിയും വനിതാവകാശ പ്രവർത്തകയുമായ അയുതയുടെ ചിത്രം ഉണ്ടായിരുന്നതായി പിന്നീട് രേഖകളിൽ പരാമർശമുണ്ട്. അത് തെറ്റായി വായിച്ചതാകാം ഔജ എന്ന പേര് ഉണ്ടായതെന്ന് ചില ചരിത്രകാരന്മാരും കരുതുന്നു. ഇനി നമുക്ക് കഥയിലെ ഏറ്റവും പ്രശസ്തമായ ഭാഗത്തിലേക്ക് വരാം. 1891 എലൈജ ബോണ്ട് തൻ്റെ പുതിയ ബോർഡിന് പാറ്റന്റ് നേടാൻ അമേരിക്കൻ പാറ്റന്റ് ഓഫീസിൽ എത്തി. പക്ഷേ അവിടെ വെച്ച് ഒരു വിചിത്രമായ സംഭവമുണ്ടായി. പാറ്റന്റ് ഓഫീസർ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ബോർഡ് ശരിക്കും പ്രവർത്തിക്കുമെന്ന് തെളിവുണ്ടോ താങ്കളുടെ കയ്യിൽ? ഇത് കേട്ടപ്പോൾ ഹെലൻ പീറ്റേഴ്സ് പ്ലാൻചെറ്റിൽ വിരലുകൾ വെച്ചു ചോദ്യം ചോദിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം പ്ലാൻചെറ്റ് നീങ്ങാൻ തുടങ്ങി. അത് പാറ്റന്റ് ഓഫീസറുടെ ഫുൾ നെയിം കൃത്യമായി എഴുതിയത്രേ. ഹെലനിന് അദ്ദേഹത്തിൻ്റെ പേര് അറിയില്ലായിരുന്നു. ഇത് കണ്ട പാറ്റന്റ് ഓഫീസർ ഞെട്ടിപ്പോയി. 1891 ഫെബ്രുവരി 10 ഔജ ബോർഡിന് ഔദ്യോഗിക പാറ്റന്റും ലഭിച്ചു. ഇവിടെയാണ് ഒരു രസകരമായ ഭാഗം. ഇന്ന് ഒരു ഓജ ബോർഡ് വാങ്ങിയാൽ അതിനൊപ്പം ഒരു ചെറിയ നിർദ്ദേശ പുസ്തകം ഉണ്ടായിരിക്കും, അതായത് ഇൻസ്ട്രക്ഷൻ മാനുവൽ. പക്ഷേ 1891 പുറത്തിറങ്ങിയ ആദ്യ ഓജോ ബോർഡിനൊപ്പം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഉപയോഗിക്കേണ്ട വിധം ഇല്ല, ആരൊക്കെ കളിക്കണം അതും ഇല്ല, മെഴുകുതിരി വേണോ അറിയില്ല. അങ്ങനെയായപ്പോൾ ആളുകൾ ഓരോരുത്തരും സ്വന്തം നിയമങ്ങൾ സൃഷ്ടിച്ചു. ചിലർ പറഞ്ഞു ഒറ്റയ്ക്ക് കളിക്കരുത്, മറ്റു ചിലർ പറഞ്ഞു ഒറ്റയ്ക്കാണ് കളിക്കേണ്ടത്. ചിലർ പറഞ്ഞു മെഴുകുതിരി കത്തിക്കണം, മറ്റു ചിലർ പറഞ്ഞു അങ്ങനെ ചെയ്താൽ അപകടമാണ്. എല്ലാറ്റിനുപരി എല്ലാവരും ഒരുമിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, അവസാനം എന്തായാലും ഗുഡ് ബൈ പറയണം. കാരണം അങ്ങനെ ചെയ്യാത്ത പക്ഷം ആത്മാക്കൾ അവിടെ തന്നെ തുടരുമെന്ന് അവർ വിശ്വസിച്ചു. ഈ വിശ്വാസങ്ങളിൽ പലതിനും ചരിത്രപരമായ തെളിവുകളില്ല.
പക്ഷേ അവയാണ് പിന്നീട് ഓജോ ബോർഡിനെ ചുറ്റിപ്പറ്റിയ ജനകീയ ഐതിഹ്യങ്ങളായി മാറിയത്. ഓജോ ബോർഡ് പുറത്തിറങ്ങിയതിന് പിന്നാലെ ആവശ്യക്കാർ വർദ്ധിച്ചു. ഓർഡറുകൾ കുത്തനെ ഉയർന്നു. ബാൾട്ടിമോറിലെ ഒരു ചെറിയ ഫാക്ടറിയിൽ തുടങ്ങിയ നിർമ്മാണം പിന്നീട് ന്യൂയോർക്ക്, ചിക്കാഗോ, ലണ്ടൻ എന്നിവിടങ്ങളിലേക്ക് വ്യാപിച്ചു. ഒരു സാധാരണ ആശയം കോടിക്കണക്കിന് ഡോളറിന്റെ ബിസിനസ്സായി മാറിക്കഴിഞ്ഞു. എന്നാൽ പണം വർദ്ധിച്ചതോടെ സ്ഥാപകർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ശക്തമായി. ആരാണ് യഥാർത്ഥ ഉടമ? ആരാണ് കണ്ടുപിടുത്തക്കാരൻ? ലാഭം എങ്ങനെ പങ്കിടണം? ഈ ചോദ്യങ്ങൾ കമ്പനിയെ അകത്തുനിന്ന് തന്നെ തകർക്കാൻ തുടങ്ങി. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ആദ്യകാല നിക്ഷേപകരിൽ പലരും കമ്പനി വിട്ടുപോയി. ഈ സമയത്താണ് ഒരു പുതിയ വ്യക്തി രംഗത്തു വന്നത്, വില്യം ഫൾട്ട്. അദ്ദേഹം ആദ്യ സ്ഥാപകരിൽ ഒരാളായിരുന്നു. ഒരു സാധാരണ ജീവനക്കാരനും പിന്നീട് ഓഹരി ഉടമയുമായി. പക്ഷേ ബിസിനസ് നടത്താനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അസാധാരണമായിരുന്നു. 1890 അദ്ദേഹം കമ്പനിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. അദ്ദേഹം പിന്നീട് പല അഭിമുഖങ്ങളിലും താനാണ് ഓജോ ബോർഡിന്റെ സൃഷ്ടാവെന്ന് സൂചിപ്പിച്ചുവെന്ന് ആരോപണവും ഉയർന്നു. ഇത് യഥാർത്ഥ സ്ഥാപകരെ പ്രകോപിപ്പിച്ചു. അവർ പത്രങ്ങളിലൂടെ പ്രതിഷേധിച്ചു. ചിലർ സ്വന്തം ടോക്കിംഗ് ബോർഡ് ബ്രാൻഡുകൾ തുടങ്ങാൻ ശ്രമിച്ചു. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ഇതിനകം ഒരു പേര് മാത്രം പതിഞ്ഞിരുന്നു, ഓജോ ബോർഡ്. മറ്റെല്ലാ മത്സര ബോർഡുകളും ക്രമേണ അപ്രത്യക്ഷമായി. 1900കളുടെ തുടക്കത്തിൽ അമേരിക്കയിൽ ഓജോ ബോർഡ് ഒരു അപൂർവ സ്ഥാനത്തെത്തി. ഇത് വെറും ആത്മീയ ഉപകരണം മാത്രമായിരുന്നില്ല, ഒരു കുടുംബ വിനോദം കൂടിയായി മാറി. ഇന്ന് നമ്മൾ ചെസ് കളിക്കുന്നത് പോലെയോ കാരംസ് കളിക്കുന്നത് പോലെയോ അന്നത്തെ ചില കുടുംബങ്ങൾ ഓജോ ബോർഡിന് ചുറ്റും ഇരിക്കുമായിരുന്നു. കുട്ടികളും മുതിർന്നവരും ഒരുമിച്ച് കളിക്കും. പത്രങ്ങളിലെ പരസ്യങ്ങൾ പോലും ഇതിനെ കുടുംബങ്ങൾക്ക് അനുയോജ്യമായ വിനോദം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അതേസമയം ഭാര്യയെ നഷ്ടപ്പെട്ട ഒരാൾ അതേ ബോഡി ഉപയോഗിച്ച് മരിച്ച ഭാര്യയോട് സംസാരിക്കാൻ ശ്രമിച്ചിരുന്നു. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മ അവന്റെ ശബ്ദം ഒരിക്കൽ കൂടി കേൾക്കാൻ വിരലുകൾ പ്ലാൻചെറ്റിൽ വെക്കുമായിരുന്നു. അതായത് ഒരേ ഉപകരണം, പക്ഷേ ഓരോരുത്തർക്കും ഓരോ അർത്ഥം. ഈ കാലഘട്ടത്തിൽ മറ്റൊരു പ്രശസ്ത വ്യക്തിയും ഓജോ ബോർഡിൽ താല്പര്യം പ്രകടിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വിവാദപരമായ ഒക്കൾട്ടിസ്റ്റിൽ ഒന്നായ അലിസ്റ്റർ കൊറോളി. മന്ത്രവാദം, രഹസ്യ ചടങ്ങുകൾ, ഒക്കൾട്ട് പഠനങ്ങൾ എന്നിവ കൊണ്ട് പ്രശസ്തനായ അദ്ദേഹം സ്വന്തം രീതിയിലുള്ള ഒരു ടോക്കിംഗ് ബോർഡ് രൂപകൽപ്പന ചെയ്യാൻ ആലോചിച്ചതായി രേഖകളുണ്ട്. അതൊരു വ്യാപാര വിജയമായില്ല. പക്ഷേ ഒരു കാര്യം വ്യക്തമായിരുന്നു, ഓജോ ബോർഡ് സാധാരണ ജനങ്ങൾ മാത്രമല്ല ഒക്കൾട്ട് ലോകത്തെയും ആകർഷിച്ചിരുന്നു. ഓജോ ബോർഡിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ആരാണെന്നറിയാമോ? പള്ളികളല്ല, സർക്കാരുമല്ല, സ്പിരിച്വൽ മീഡിയംസ് ആണെന്ന് പറയുന്ന വ്യക്തികളായിരുന്നു. കാരണം മുൻപ് ആത്മാക്കളുമായി സംസാരിക്കാൻ ആളുകൾ അവരുടെ അടുത്ത് പോകേണ്ടി വന്നിരുന്നു. സെഷനുകൾ ബുക്ക് ചെയ്യണം, പണം നൽകണം. ഇപ്പോഴോ ഒരു ബോർഡ് വാങ്ങിയാൽ മതി, വീട്ടിൽ ഇരുന്നു തന്നെ ആത്മാക്കളെ വിളിക്കാമെന്ന് ആളുകൾ വിശ്വസിച്ചു. അത് അവരുടെ ഉപജീവനത്തെ തന്നെ ബാധിച്ചു. അതിനാൽ പല മാധ്യമങ്ങളും ഓജോ ബോർഡിനെ വിമർശിക്കാൻ തുടങ്ങി. 1930 ന്യൂയോർക്കിൽ നടന്ന ഒരു വിചിത്ര കേസാണ് ഓജോ ബോർഡിന്റെ ചരിത്രത്തിൽ വലിയ ചർച്ചയായത്. ഒരു സ്ത്രീ തൻ്റെ സുഹൃത്തിനൊപ്പം ഓജോ ബോർഡ് ഉപയോഗിച്ച് ആത്മാക്കളുമായി സംസാരിക്കുകയായിരുന്നു. ആ സെഷനിൽ ബോർഡ് ഒരു സന്ദേശം നൽകിയതായി അവർ അവകാശപ്പെട്ടു. ആ സന്ദേശം പ്രകാരം ഒരു നിരപരാധിയായ സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് അവർ വിശ്വസിച്ചു. പിന്നീട് ആ വിശ്വാസം പ്രതികാരത്തിലേക്ക് നയിച്ചു. ആ സ്ത്രീ ആക്രമിക്കപ്പെട്ടു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ പുറത്തു വന്നത് അതിലും ഞെട്ടിക്കുന്ന സത്യമായിരുന്നു. ആത്മാക്കളുടെ സന്ദേശമൊന്നുമല്ല, പക്ഷേ വ്യക്തിപരമായ അസൂയയും പ്രണയബന്ധങ്ങളും ആയിരുന്നു സംഭവത്തിന് പിന്നിൽ. 1973 ഹോളിവുഡ് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള ഹൊറർ സിനിമകളിലൊന്ന് പുറത്തിറങ്ങി, ദി എക്സോസിസ്റ്റ്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ചെറിയ രംഗമുണ്ട്. റെഗൻ എന്ന പെൺകുട്ടി വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൾ ഒരു ഓജോ ബോർഡ് ഉപയോഗിച്ച് ഒരു അദൃശ്യ സാന്നിധ്യവുമായി സംസാരിക്കാൻ തുടങ്ങുന്നു. അവൾ പിന്നീട് പറയുന്നത് അവളുടെ പുതിയ സുഹൃത്തിൻ്റെ പേര് ക്യാപ്റ്റൻ ഹൗഡി. ആ ചെറിയ രംഗം സിനിമയുടെ തുടർന്നുള്ള ഭീകര സംഭവങ്ങൾക്ക് തുടക്കമിടുന്നു.
പിന്നീട് അവളെ ഒരു ദുഷ്ടാത്മാവ് പിടികൂടുന്നു. സിനിമയിലെ പ്രധാന പിശാച് പസൂസു ആണെങ്കിലും പൊതുജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞത് മറ്റൊന്നായിരുന്നു. ഓജോ ബോർഡ് ഉപയോഗിച്ചാൽ പിശാച് വരും. ചരിത്രത്തിൽ ഓജോ ബോർഡിന്റെ പ്രതിച്ഛായ മാറ്റിയ ഏറ്റവും വലിയ നിമിഷം ഇതായിരുന്നു. ദി എക്സോസിസ്റ്റ് പുറത്തിറങ്ങിയതിനു ശേഷം ഓജോ ബോർഡിനെ കുറിച്ചുള്ള ആളുകളുടെ സമീപനം പൂർണ്ണമായും മാറി. മുൻപ് ഇത് ആത്മാക്കളുമായി സംസാരിക്കാനുള്ള ഉപകരണമായിരുന്നു. പിന്നീട് പിശാചുക്കളെ വിളിക്കുന്ന ഉപകരണമായി മാറി. ഈ മാറ്റത്തിന് ശാസ്ത്രീയ തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒരു സിനിമ ജനങ്ങളുടെ ഭാവനയെ പൂർണ്ണമായി മാറ്റിമറിച്ചു. തുടർന്ന് വന്ന നൂറുകണക്കിന് ഹൊറർ സിനിമകളിലും TV പരിപാടികളിലും നോവലുകളിലും ഓജോ ബോർഡ് സ്ഥിരം കഥാപാത്രമായി. അങ്ങനെ യഥാർത്ഥ ചരിത്രത്തെക്കാൾ ശക്തമായി വളർന്നത് അതിൻ്റെ സിനിമാ ചരിത്രമായിരുന്നു. 1991 ഹാസ്ബ്രോ പാർക്കർ ബ്രദേഴ്സിനെ ഏറ്റെടുത്തു. അതോടെ ഓജോ ബോർഡിന്റെ നിർമ്മാണവും ഹാസ്ബ്രോയുടെ കീഴിലായി. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കമ്പനി ഒരിക്കലും ഓജോ ബോർഡിനെ ശരിക്കും ആത്മാക്കളുമായി സംസാരിക്കാനുള്ള ഉപകരണം എന്ന ഔദ്യോഗികമായി അവകാശപ്പെട്ടില്ല. അതൊരു ബോർഡ് ഗെയിം എന്ന നിലയിലാണ് വിപണനം തുടർന്നത്. പക്ഷേ ജനങ്ങളുടെ ഭാവനയിൽ അത് അതിലും വലിയ ഒന്നായി മാറിക്കഴിഞ്ഞിരുന്നു. ഇന്റർനെറ്റ് കാലഘട്ടം എത്തിയപ്പോൾ ഒരു പുതിയ കഥ പ്രചരിക്കാൻ തുടങ്ങി. ഓജോ ബോർഡ് ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക പിശാച് വരുമത്രേ. അവന്റെ പേര് സോസോ. കഥകൾ പ്രകാരം പ്ലാൻചെറ്റ് 8ന്റെ ആകൃതിയിൽ തുടർച്ചയായി ചുറ്റുകയോ സോസോ എന്ന അക്ഷരങ്ങളിൽ നീങ്ങുകയോ ചെയ്താൽ അത് സോസോ എത്തിയതിന്റെ ലക്ഷണമാണെന്ന് പലരും അവകാശപ്പെട്ടു. ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് പോലുള്ള ടെലിവിഷൻ പരിപാടികൾ ഈ കഥയെ കൂടുതൽ ജനപ്രിയമാക്കി. ഇന്റർനെറ്റിൽ ആയിരക്കണക്കിന് ആളുകൾ സ്വന്തം അനുഭവങ്ങളും പങ്കുവച്ചു. 1900കളുടെ തുടക്കത്തിൽ തന്നെ മനഃശാസ്ത്രജ്ഞർ ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പല പരീക്ഷണങ്ങളിലും ഒരേ കാര്യം ആവർത്തിച്ചു കണ്ടെത്തി. പ്ലാൻചെറ്റ് നീങ്ങുന്നുണ്ട്, പക്ഷേ അതിനെ നീക്കുന്നത് ആളുകൾ തന്നെയാണ്. അവർ അത് അറിയുന്നില്ല എന്ന് മാത്രം. അതിനെ ശാസ്ത്രം നൽകിയ പേരാണ് ഇഡിയോമോട്ടർ എഫക്റ്റ്. ഇവിടെയാണ് അഭിപ്രായങ്ങൾ രണ്ടായി പിരിയുന്നത്. ചിലർ പറയും ഇതൊന്നും ആത്മാവല്ല, മനസ്സിന്റെ പ്രവർത്തനമാണ്. മറ്റു ചിലർ അവകാശപ്പെടും ഞങ്ങൾ അനുഭവിച്ചതിനെ ശാസ്ത്രം കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ല എന്ന്. ഇന്റർനെറ്റിൽ ഇന്നും ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന കഥകളിലൊന്നാണ് സോസോ, ഓജോ ബോർഡിലൂടെ വരുന്ന ഒരു പിശാച്. പക്ഷേ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ മറ്റൊരു ചിത്രം കാണാം. സോസോയെക്കുറിച്ചുള്ള ഏറ്റവും വലിയ പ്രചാരം തുടങ്ങുന്നത് 2009 ഒരു വെബ്സൈറ്റിൽ പങ്കുവച്ച വ്യക്തിപരമായ അനുഭവ കഥകളിലൂടെയാണ്. പിന്നീട് സോഷ്യൽ മീഡിയ, ഫോറങ്ങൾ, ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് പോലുള്ള പരിപാടികൾ, അതുകൂടാതെ യൂട്യൂബിലൂടെ. ഇവയൊക്കെ ചേർന്ന് സോസോയെ ഒരു ആഗോള അർബൻ ലെജൻഡ് ആക്കി മാറ്റി. ചരിത്രം പരിശോധിച്ചാൽ മറ്റൊരു പാറ്റേൺ കൂടി കാണാം. അൺസർട്ടേണിറ്റി വർദ്ധിക്കുമ്പോൾ ഓജോ ബോർഡിന്റെ വിൽപ്പനയും വർദ്ധിക്കുന്നു. യുദ്ധങ്ങൾ, സാമ്പത്തിക മാന്ദ്യങ്ങൾ, ആഗോള പ്രതിസന്ധികൾ, മനുഷ്യൻ ഭാവിയെക്കുറിച്ച് ഭയപ്പെടുമ്പോൾ അവർ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നു. ചിലർ മതത്തിലേക്ക് പോകും, ചിലർ ജ്യോതിഷത്തിലേക്ക്, ചിലർ ധ്യാനത്തിലേക്ക്. ആകട്ടെ മറ്റു ചിലരും ഓജോ ബോർഡിലേക്കും തിരിയും. അതുകൊണ്ട് തന്നെയാണ് ചരിത്രകാരന്മാർ പറയുന്ന ഒരു നിരീക്ഷണം വളരെ രസകരമാകുന്നത്. ഓജോ ബോർഡ് മനുഷ്യന്റെ ഭയത്തെ വിൽക്കുന്നില്ല, മറിച്ച് പ്രതീക്ഷയെ വിൽക്കുന്നു. മതപരമായി നോക്കിയ പല വിശ്വാസങ്ങളും അതിനെ ഉപയോഗിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം ചിലർക്ക് മരിച്ചവരുടെ ലോകത്തിലേക്കുള്ള ഒരു ജനലാകുന്നു ഓജോ ബോർഡ്. നിങ്ങൾ ഏത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നിങ്ങളുടെ വിശ്വാസത്തെ ആശ്രയിച്ചിരിക്കും. എല്ലാവർക്കും നന്ദി.